പ്രതിക്ക് വാറന്റ് ഉണ്ട്, നോൺ ബെയിലബിൾ. ബീച്ച് കളക്ടർ കടപ്പുറത്ത് കറങ്ങുന്നത് കണ്ടാൽ അറിയിക്കാൻ മറക്കരുത്. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുടുംബത്തിലെ അംഗമാണോ MA ഷഹനാസ് താത്തു? എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോട് നിവാസികൾക്കുമായി തുടക്കത്തിലെ ഒരറിയിപ്പ്. MA ഷഹനാസ് എന്ന വ്യക്തിയെ ആ ബീച്ച് പരിസരത്തെങ്ങാനും നിങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോൺ എടുത്ത് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക. താത്തു അവിടെ ഉണ്ട് എന്നൊന്ന് അങ്ങോട്ട് പറഞ്ഞേക്കുക. വേറൊന്നും കൊണ്ടല്ല, താത്തുവിനെതിരെ വാറന്റ് ഇഷ്യൂ ആയിട്ടുണ്ടേ, നോൺ ബെയിലബിളാ. ഇനിയും ബാക്കിയുള്ള ജില്ലക്കാരും എങ്ങാനും ടൂറിനെങ്ങാനും കോഴിക്കോട് പോവുകയാണെങ്കിൽ എന്താണെങ്കിലും ബീച്ചിലോട്ടൊക്കെ നിങ്ങൾ പോവുമല്ലോ. ബീച്ച് പരിസരത്താണ് മെയിൻലി ഇത്താത്തുവിനെ കാണുന്നത്. ഇത്താത്തു അവിടെ കോമളയും ഇട്ടുകൊണ്ടിരിപ്പുണ്ടായിരിക്കും. എങ്ങാനും കണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എൻ്റെ പൊന്നേ, പോലീസിനെക്കാട്ടിലും സർക്കാരിനെക്കാട്ടിലും ഒക്കെ അങ്ങോട്ട് ഗർജിക്കുന്ന സിംഗിണിയായി മാറിയ MA ഷഹനാസ് താത്തുവിൻ്റെ മൊത്തത്തിൽ ഇപ്പോൾ തേഞ്ഞിരിക്കുക. തീർന്നു, സമാധാനമായിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു, രാഹുൽ അങ്ങനെയാണ്, രാഹുൽ ഇങ്ങനെയാണ്, രാഹുൽ മറിച്ചതാണ്. താത്തു ആരാ? ഈ പറഞ്ഞുകൊണ്ടിരുന്ന താത്തു ആരാ? IAS കാരി. എൻ്റെ പൊന്നെ, എന്തൊക്കെ കഥയാ. സ്വന്തം ചേച്ചി മരിച്ചുപോയി, ആ മരിച്ചുപോയ ചേച്ചിയുടെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കൊച്ചിനെ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ പരിചയപ്പെടുത്തുക. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ MA ഷഹനാസ് താത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, താത്തുവിനെതിരെ വാറന്റ് വന്നതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പ് നിയാസ് മലബാറി വീണ്ടും ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഭാഗം 5 ആണ് പുള്ളി ഇട്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളി ഭാഗം 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഷഹനാസ് താത്തുവിനെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങോട്ട് പുറത്തേക്ക് വിടുന്നുണ്ടല്ലോ. ഭാഗം 5 ഈ ഭാഗം കൂടെ ഇനി അടുത്ത് കാണുള്ളൂ. ഇനി അടുത്ത് പുള്ളി ഒന്നും എഴുതിയിടാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ഭാഗം എഴുതിയിടുന്നതിന് മുമ്പ് തന്നെ പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നോമ്പൊക്കെ വരാൻ പോവാണ്, അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഈ ചേച്ചിക്കെതിരായിട്ടുള്ള അപരാധം അങ്ങോട്ട് നിർത്താൻ പോവാണ്, സത്യം വിളിച്ചു പറയുന്നത് നിർത്താൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റായിട്ട് ഭാഗം 5 എഴുതിയിട്ടിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അനിൽകുമാർ അണ്ണ എടുത്തങ്ങ് തല വെച്ചേക്കുമായിരുന്നല്ലയോ ഷഹനാസ് താത്തുവിനെ. എനിക്ക് തോന്നുന്നത് താത്തു ദുബായിലായിരിക്കും. താത്തു നാടൊക്കെ വിട്ട് കാണും. താത്തുവിന് പുച്ഛമല്ലേ, കേരളത്തിലെ പോലീസുകാരെ പുച്ഛം, പാർട്ടിക്കാരെ പുച്ഛം, ജനങ്ങളെ പുച്ഛം, ഇന്ത്യയിലെ നിയമത്തെ വരെ ചേച്ചിക്ക് പുച്ഛമാ. ചേച്ചി വൻ ടീം, എഴുത്തുകാരി, ദുബായ് ബേസ് ചെയ്ത് വൻ പരിപാടികൾ. എന്തോ ആയിക്കോട്ടെ, എത്ര വലിയ ഉടായ്പാണെങ്കിലും സ്വന്തം കൊച്ചു വല്ലവൻ്റെ ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനെക്കാട്ടിലും നല്ല നീയൊക്കെ പോയി വല്ല ഒന്നും പറയുന്നില്ല. നമുക്ക് നിയാസ് മലബാറി എഴുതിയിട്ടിരിക്കുന്ന ഒന്ന് വായിക്കാം, എന്നിട്ട് കുറച്ച് പറയാനുണ്ട്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. വെയിറ്റ് ചെയ്യ്, ഇത് കേട്ടോ. ഞാൻ അറിയുന്ന ഷഹനാസ് ഭാഗം 5. നിയാസ് മലബാറി. KP അനിൽകുമാർ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയപ്പോൾ സ്റ്റെനോഗ്രാഫറായാണ് ഷഹനാസ് പ്രിയ സിജീഷ് ഇന്ദിരാഭവനിൽ കയറിപ്പറ്റിയത്. ഇതാരാണ് പുതിയ അവതാരമല്ല അപരാധം എന്ന് ചോദിച്ചവരോടെല്ലാം സംഘടനാ സെക്രട്ടറി പറഞ്ഞത് കോഴിക്കോട്ടെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുടുംബത്തിലെ അംഗമെന്നാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുടുംബത്തിലെ അംഗമാണോ MA ഷഹനാസ് താത്തു? അല്ല, എനിക്കറിയാൻ പാടില്ലായിട്ടാ. ആർക്കെങ്കിലും ഒക്കെ അറിയാവോ? ഏത് സ്വാതന്ത്ര്യ സമര സേനാനി? ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുടുംബത്തിലെ അംഗമാ ഷഹനാസ് താത്തു? എന്തൊക്കെയാണോ തള്ളി മറിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി, എഴുതിയപ്പോൾ എന്തോ തെറ്റിയതാണ്, ഭാഗമായി നടപ്പിലാക്കിയ ശക്തി പ്രൊജക്ടിന്റെ കോർഡിനേറ്ററായി സംഘടനാ സെക്രട്ടറി നേരിട്ട് ഷഹനാസിനെ അവരോധിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ഡാറ്റയുടെ താക്കോലാണ് അവളെ ഏൽപ്പിച്ചത് എന്ന് ഓർക്കണം. എനിക്ക് നമ്മുടെ പഴയ സരിതയില്ലേ, സോളാർ സരിത, എന്താണെന്ന് അറിയത്തില്ല, എനിക്കിപ്പോൾ ഓർമ്മ വന്നു. നിങ്ങൾക്ക് അറിയാലും ഓർമ്മ വന്ന എന്തോ എനിക്കിപ്പോൾ ഓർമ്മ വന്ന്. ഓർക്കണം. ഇതിനിടയിൽ സ്വയം പ്രഖ്യാപിത സാഹിത്യകാരിയെ സ്വയം പ്രഖ്യാപിത സാഹിത്യകാരി സംഘടനാ സെക്രട്ടറിയുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗം നേതാവാക്കുന്നു.
പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചയിൽ അനിൽകുമാർ പാർട്ടിയുമായി പിണങ്ങുന്നു. ശേഷം പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡാറ്റയും ഇന്ദിരാഭവനിൽ നിന്ന് പെൻഡ്രൈവിലാക്കി ഇടതുപക്ഷ നേതാക്കൾക്ക് കൈമാറുന്നു. അന്ന് അത് ചെയ്തു കൊടുത്തത് സ്റ്റെനോഗ്രാഫർ ആയിരുന്ന ഷഹനാസ് ആണ്. പണ്ടേ ഉണ്ട് ഈ തിരികെ കയറ്റൽ, അല്ലയോ? ആയിക്കോട്ടെ. അനിൽകുമാർ പാർട്ടി വിട്ടപ്പോൾ ഷഹനാസ് കൂടെ പോയില്ല. പക്ഷെ എങ്ങനെ പോകും? പോകത്തില്ല. എന്നാലല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പുറം എത്തിക്കാൻ പറ്റുള്ളൂ. പോകാതിരുന്ന കൂടെ പോയില്ല. പക്ഷെ ചതി തിരിച്ചറിഞ്ഞ പാർട്ടി പിന്നീട് അവരെ ഓഫീസിൽ തിരികെ കയറ്റിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗം നേതാവ് സ്ഥാനത്ത് നിന്നുകൂടി അവരെ ഒഴിവാക്കുന്നു. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്താണ് ഇത്ര അങ്ങോട്ട് എന്തോ ഒരു വൈരാഗ്യമായി ചേച്ചിക്ക്, അതിനുള്ള കാരണം എന്തായിരിക്കും എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നില്ലേ? ഇതാണ് കാരണം. മനസ്സിലായല്ലോ. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ബാക്കി KP അനിൽകുമാർ CPM-ൽ ചേർന്നതിന് ശേഷവും ഷഹനാസ് അദ്ദേഹവുമായുള്ള ബന്ധം തുടർന്നു. അവരുടെ പ്രസാധക കമ്പനിയിൽ ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് 6 ലക്ഷം രൂപ KP അനിൽകുമാറിൽ നിന്ന് വാങ്ങിയെന്നും. ചെറിയ ടീമാണോ നമ്മുടെ താത്തു? നമ്മുടെ താത്തു വേറെ ലെവൽ. 6 ലക്ഷം രൂപ അനിൽകുമാറിൽ നിന്ന് വാങ്ങിയെന്നും ലാഭമോ മുതലോ കിട്ടാതെ അനിൽകുമാർ ഇപ്പോഴും അവരുടെ പിന്നാലെ ഉണ്ടെന്നുമാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ വൈകാതെ KP അനിൽകുമാറിനെതിരെയും അതിജീവിതയുടെ ഒരു പീഡന പരാതി പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും നിയാസ് മലബാറി, താങ്കളും തുന്നി വെച്ചോ, ഞാനും തുന്നി വെക്കാം. നമ്മളെല്ലാവരും തുന്നിയൊരെണ്ണം വെക്കണം. ഒരെണ്ണം മിക്കവാറും തുന്നി വെക്കേണ്ട വരും. കാരണം ചേച്ചി വരും. ചേച്ചി എന്തെങ്കിലുമൊക്കെ എടുത്ത് തഞ്ചത്ത് വെച്ച് തരും. അപ്പം എന്താണെങ്കിലും ഇനി പറയാനുള്ളത് കോൺഗ്രസ് നേതൃത്വത്തോടാണ്. ഇത്രയും ഫ്രോഡത്തരമുള്ള ഒരാളെ ഇനിയും പാർട്ടി സ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിക്കരുത്. ചുരുങ്ങിയത് പാർട്ടി തല അന്വേഷണമെങ്കിലും ഇവർക്കെതിരെ നടത്തണം. രേഖാമൂലം പരാതി തരാൻ തയ്യാറാണ്. അന്വേഷണം വന്നാൽ ഇതുവരെ ഉന്നയിച്ച വ്യാജ IAS, ഇരട്ട ഐഡന്റിറ്റി, മറ്റു എല്ലാ വിഷയങ്ങളിലും കൃത്യമായ തെളിവ് കൂടി നൽകാൻ ഞാൻ തയ്യാറാണ്. ഇതിനകത്തു നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയാവോ? നിയാസ് മലബാറി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തെളിവുമില്ലാതെ വന്നിരുന്ന് കഥ പറയുകയല്ല. പുള്ളിയുടെ നല്ല വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. അതാണ് പുള്ളി പറയുന്നത്. ഈ IAS, വ്യാജ IAS, ഐഡന്റിറ്റി കാർഡിന്റെ കാര്യം, ഇതൊക്കെ നല്ല വൃത്തിക്ക് അന്വേഷണം വരികയാണെങ്കിൽ ഞാൻ തെളിവ് തരാം എന്നാണ് ആ വ്യക്തി പറയുന്നത്. എന്നാൽ കേസ് അങ്ങോട്ടൊന്നും ചെല്ലണ്ട. അതിനൊക്കെ മുമ്പ് ഷഹനാസ് താത്തൂനോടാണ് ഒരു ചോദ്യം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റേ പ്രസ്സുകാരെയൊക്കെ വിളിച്ചത്, നമ്മുടെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചിരുത്തി അങ്ങോട്ട് ഗർജിക്കുന്ന സിംഗിണി ആവാനായിട്ട് ഒരു മടിയില്ലായിരുന്നല്ലോ. ഇരുന്നങ്ങോട്ട് കാറി കൂവായിരുന്നല്ലോ. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, മറ്റേതാണ്. ഈ സ്വന്തം, അതായത് നിങ്ങൾക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒരക്ഷരം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ചേച്ചിയുടെ കൊച്ചാണെന്നും പറഞ്ഞ് ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ IAS കാരിയാണെന്നും പറഞ്ഞ് ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ കോളേജിൽ ഇങ്ങനെ വലിയ പരിപാടിയൊന്നും ഓർഗനൈസ് ചെയ്യിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ആ വാ കൊണ്ടൊന്ന് മൊഴിയാമോ? മൊഴിയത്തില്ല. ഇതിൽ നിന്നൊക്കെ തന്നെ ചേച്ചി പിന്നെ വലിയ മറ്റേ ഫേസ്ബുക്കിൽ ഇടയ്ക്ക് മറ്റേ അനുരാഗ വിലോചിതനായി ഒരു സാരി ഉടുത്തിട്ട് മറ്റേ മൊഞ്ചും കാണിച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. നടക്കത്തില്ല, ഏക്കത്തില്ല. കമന്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി വീഡിയോയുടെ ഒക്കെ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് പിടികിട്ടും നിങ്ങളെ എത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു നഗ്ന സത്യം എൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള താത്തുമോക്ക് മനസ്സിലാകും. ഇനി ഞാൻ നേരത്തെ നിയാസ് മലബാറിയുടെ വായിച്ച 5ാം ഭാഗത്തിൻ്റെ അടിയിൽ തന്നെ നിയാസ് മലബാറി ഒരു കമൻ്റ് എഴുതി പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: പൊതുജന താല്പര്യാർത്ഥം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് 4 കോഴിക്കോട് കേസ് നമ്പർ PR സുധീഷിൻ്റെ കേസിൽ പ്രതിക്ക് വാറന്റ് ഉണ്ട്, നോൺ ബെയിലബിൾ. ബീച്ച് കളക്ടർ കടപ്പുറത്ത് കറങ്ങുന്നത് കണ്ടാൽ അറിയിക്കാൻ മറക്കരുത്. ബീച്ച് കളക്ടർ ആരാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ പ്രിയങ്കരിയായ താത്തുമോള്. താത്തു, വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ 6 ലക്ഷം ഒക്കെ മറ്റേ അനിൽകുമാറിനെ പറ്റിച്ചിട്ടുണ്ടല്ലേ? തേച്ച് വിടുവല്ലേ എല്ലാവരെയും? കിട്ടുന്നവനെയും പോകുന്നവനെയും ഒക്കെ നല്ല ഒന്നാന്തരമായിട്ട് തേച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് വേറെ ഓരോരുത്തന്മാരുടെ രാഹുലിന്റെ ഒക്കെ നെഞ്ചത്ത് കയറാൻ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചൂടെ? നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ചൂടെ? കണ്ണാടി നോക്കിയിട്ട് ചോദിച്ചാൽ മതി, എടി മോളെ നിനക്ക് ഉളുപ്പുണ്ടോ ഇച്ചിരി?
എടി നാണമുണ്ടോ എടി നിനക്ക് ഇച്ചിരി എന്ന് കണ്ണാടി നോക്കിയിട്ടെങ്കിലും ചോദിക്കും സ്ത്രീയെ. അത്രേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഇനി വേറൊരു വ്യക്തി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെ, അതും കൂടെ നിങ്ങൾ കണ്ടിരിക്കണം. നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. KP അനിൽകുമാർ KSU പ്രസിഡന്റ് ആയ സമയത്ത് ഞാൻ വടകര, ഇത് പുള്ളി ഇട്ടേക്കുന്ന പോസ്റ്റ് ആണെന്ന് തോന്നുന്നില്ല, പുള്ളി നമ്മുടെ നിയാസ് മലബാറിയുടെ ഭാഗം 5-ന്റെ അടിയിൽ ഇട്ടേക്കുന്ന ഒരു കമന്റ് ആണ്. KP അനിൽകുമാർ KSU പ്രസിഡന്റ് ആയ സമയത്ത് ഞാൻ വടകര താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. നിജേഷ് അരവിന്ദിനോടും മോഹൻ എന്ന് പറയുന്ന ഒരാളോടും കോൺഗ്രസിലെ പ്രവർത്തനം നിർത്താൻ ആയില്ലേ എന്ന് ചോദിച്ച സമയത്ത് പ്രവർത്തനത്തിൽ നിന്ന് മാറി അനിൽകുമാർ വക്കീൽ പണിയായിരുന്നു. പിന്നീട് കണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്താണ്. പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ആളുകളെ എന്തിന് പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തിൽ ഇരുത്തുന്നു? അന്വേഷണം പ്രഖ്യാപിക്കണം പാർട്ടി. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ പാർട്ടിയിലും ഉണ്ട് ചില ഇതുപോലുള്ള ഐറ്റങ്ങൾ. ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പൊങ്ങി വരത്തില്ല, അതെല്ലാം മുക്കിക്കളയും. പക്ഷെ ഇവന്മാരുടെ ഇടയ്ക്ക് ഇതെല്ലാം പൊങ്ങും. അതാണ് ഇവന്മാരുടെ ഒരു ഏറ്റവും വലിയൊരു കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നത്. അതാണ്, കൂടെ നിൽക്കുന്നവരെ നല്ല രീതിയിൽ നോക്കാനൊന്നും ഇവർ നിൽക്കത്തില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലും വലിച്ചെറിഞ്ഞ് ഇതുപോലെ കുറെ ഉടായ്പകളുണ്ട്. അതിനെ മറ്റുള്ളവരെ പൊക്കി കാണിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരാൾ ഇപ്പോൾ ഈ ഷഹനാസിന്റെ ഉടായ്പകൾ ബാക്കിയുള്ള പാർട്ടി പ്രവർത്തകർ പറയുമ്പോൾ അവരെ ഇതുപോലുള്ള ആളുകളെ വിത്ത് പ്രൂഫ് കാണിക്കുമ്പോൾ അവരെ എടുത്ത് തൂക്കി മാറ്റാനായിട്ടുള്ള ഒരു പ്രവണത ഈ പാർട്ടി കാണിക്കുന്നില്ല. നേരെ മറിച്ച് രാഹുലിനെതിരെ ഒരു കേസ് വന്നപ്പോഴോ ആദ്യമേ എടുത്തങ്ങ് തോണ്ടിക്കളഞ്ഞു. അത് ആരുടെ ഒരു ഉത്തേജന കൂടുതൽ കൊണ്ട് ആ പരിപാടി ചെയ്തത്? രാഹുൽ പാലക്കാട്ട് നിന്ന് മത്സരിച്ച് കിട്ടാൻ പോകുന്ന വോട്ട്, ആ ഒരു ഭൂരിപക്ഷം, അത് കോൺഗ്രസിന്റെ വേറെ ഒരാൾ നിന്നാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ടവരെ. എന്തായാലും താത്തു 6 ലക്ഷം രൂപ ആ മാന്യനെ അടിച്ചിട്ട് തേച്ചിട്ട് അങ്ങ് പോയതല്ലേ, കുഴപ്പമില്ല, അവനത് വേണം. അവൻ്റെ കയ്യിരിപ്പിന് അവൻ 6 ലക്ഷത്തിന് തേപ്പ് കൊടുത്തത്, അതിലൊന്നും നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ചെയ്യുന്നത് മൊത്തം ഈ തേപ്പൊട്ടിയാണല്ലോ താത്തു. എന്നിട്ട് ദുബായി പോയി ഒളിച്ചങ്ങിരിക്കുക അല്ലയോ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ. കൊള്ളാം, ചേച്ചി സൂപ്പറാ. ഇനി മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപവുമായി നിങ്ങൾ ഇറങ്ങിയാൽ നാട്ടുകാരുടെ നിന്ന് ചാണകത്തിന് ഏറ് കിട്ടും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ പ്രിയപ്പെട്ടവരെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.